ഫിഫ വേൾഡ് കപ്പ് 2026ന്റെ മറ്റൊരു ആവേശകരമായ ദിവസമാണ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപാട് നിരാശകളും പ്രതീക്ഷകളും ആഘോഷങ്ങളും എല്ലാം ഉണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ എന്നീ ടീമുകൾക്ക് ശേഷം ഇനി ആര് എന്ന ഉത്തരത്തിന് നോർവേ, ഫ്രാൻസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു മത്സരം കാണാൻ വേണ്ടി ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. പക്ഷേ നോർവേ ഫാൻസിന് നിരാശയ്ക്ക് വഹിക്കേണ്ടായ ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു മത്സരങ്ങൾ? അതെ, അപ്പം ഫ്രാൻസിന്റെയും നോർവേയുടെയും മത്സരമാണ് എടുത്ത് പറയേണ്ടത്. അപ്പൊ ഫസ്റ്റ് കഴിഞ്ഞത് ഫ്രാൻസ് വേഴ്സസ് നോർവേ മത്സരമായിരുന്നു. അതിൽ ഫ്രാൻസ് 4-ഉം നോർവേ 1 എന്നുള്ള സ്കോറിലേക്കായിരുന്നു ആ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് സെനഗൽ വേഴ്സസ് ഇറാഖ്. അതിൽ സെനഗലിന്റെ ഒരു വമ്പൻ വിജയം തന്നെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. 5-0 എന്നുള്ളൊരു സ്കോറിലാണ് ഇറാഖിനെ സെനഗൽ തോൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ക്യാബ് വെർദെ വേഴ്സസ് സൗദി അറേബ്യ. ക്യാബ് വെർദേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അവരൊരു വേൾഡ് കപ്പ് കളിക്കുന്നു. അത് ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് ക്യാബ് വെർദെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടീമായിട്ട് വന്ന് റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന ഒരു ടീമായിട്ട് മാറി. അപ്പൊ ക്യാബ് വെർദെ വേഴ്സസ് സൗദി അറേബ്യ മാച്ച് 0-0 എന്ന് പറയുന്ന സമനിലയിൽ തളയ്ക്കാൻ ക്യാബ് വെർദേക്ക് സാധിച്ചു. പിന്നെ വരുന്നത് ഉറുഗ്വേ വേഴ്സസ് സ്പെയിനിന്റെ മാച്ച് ആയിരുന്നു. അപ്പം സ്പെയിനാണ് അതിൽ ജയിച്ചിട്ടുള്ളത്. 1-0 എന്നുള്ളൊരു സ്കോറിലേക്കാണ് സ്പെയിൻ ജയിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ന്യൂസിലാൻഡ് വേഴ്സസ് ബെൽജിയം മാച്ച് ആയിരുന്നു. അതിൽ ബെൽജിയം 5-ഉം ന്യൂസിലാൻഡ് 1 എന്നുള്ളൊരു സ്കോറിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ലാസ്റ്റ് കഴിഞ്ഞ ഗെയിമാണ് ഈജിപ്റ്റ് വേഴ്സസ് ഇറാൻ. അതിൽ ഈജിപ്റ്റും ഇറാനും സമനില 1-1 എന്ന് പറയുന്ന സമനിലയിലേക്കായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തുകൊണ്ടും നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ. ഒരുപാട് നല്ല മാച്ചസ്, നല്ല കോമ്പറ്റിറ്റീവ് ആയിട്ട് മാച്ചസ് നടന്നൊരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് കടക്കുമ്പം ഫസ്റ്റ് ഫ്രാൻസ് വേഴ്സസ് നോർവേയുടെ മാച്ച് നോക്കാം അല്ലേ? അതെ, ഫ്രാൻസിന്റെയും നോർവേയുടെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാധകർ കാത്തിരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. എംബാപ്പയും അതുപോലെ തന്നെ ഹാളണ്ടും ഒരുമിച്ചെത്തുന്ന ഒരു മത്സരം കാണാൻ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ദിവസമാണെങ്കിലും നോർവേ ഫാൻസിന് അത്ര സുഖകരമല്ലാത്ത ഒരു ദിവസം കൂടിയായിരുന്നു. കാരണം നമ്മുടെ ഹാളണ്ടും ക്യാപ്റ്റൻ മാർട്ടിൻ ഓഡഗാർഡനും ഇറങ്ങിയിട്ടുണ്ടായില്ല എന്നുള്ളത് ഭയങ്കര ഒരു നിരാശയ്ക്ക് വകവെച്ചൊരു അതിനൊരു പ്രശ്നം ആ ഒരു കളിയിൽ നമ്മൾ കണ്ടിരുന്നു. കാരണം ഫ്രാൻസിന്റെ അതിഗംഭീരമായ ഒരു അട്ടിമറി വിജയമായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടും അവരെ നമ്മുടെ ഹാളണ്ടിനെയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാർട്ടിനെയും ഒക്കെ ഇറക്കാമായിരുന്നു എന്ന് തോന്നി. എന്തുകൊണ്ടാണ് കോച്ച് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഇതോടുകൂടി ഈ ഒരു മത്സരത്തോടു കൂടി 9 പോയിന്റുമായി റൗണ്ട് ഓഫ് 32ലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഫ്രാൻസ്. 10 താരങ്ങളെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം ബി ടീമായിട്ടായിരുന്നു നോർവേയുടെ ഫ്രാൻസുമായിട്ടുള്ള മത്സരത്തിൽ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ ഒരു മാച്ച് പ്രതീക്ഷിച്ചപ്പോൾ പക്ഷെ കോച്ച് വേറെ രീതിയിലുള്ള ഒരു ഇതായിരുന്നു ആൾക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഫ്രാൻസിന്റെ ഒരു വമ്പൻ ജയം, അതുപോലെ റെക്കോർഡുകൾ കിട്ടിയ ഒരു ദിവസം കൂടിയായിരുന്നു ഫ്രാൻസിന്റെ ഇന്നലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു 2 ടീമും എന്തായാലും ക്വാളിഫൈഡ് ആണ്. റൗണ്ട് ഓഫ് 32ലേക്ക് 2 ടീമും ക്വാളിഫൈഡ് ആണ്. അപ്പം മേ ബി നോർവേയുടെ കോച്ച് വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ജയിച്ചാലും തോറ്റാലും അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടി ഹാളൻഡിനെ ഇറക്കാം എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും കാണാൻ പോകുന്നത്. പിന്നെ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഫ്രാൻസിന്റെ ഡെംബ്ലയെ കുറിച്ചാണ്. ഡെംബ്ലയുടെ ഹാട്രിക് തന്നെയായിരുന്നു ആ ഒരു ഗെയിമിന്റെ പവർ പാക്ക് എന്ന് പറയേണ്ടത്. കാരണം ഹാട്രിക്കുമായി തിളങ്ങി നിന്നതുകൊണ്ടാണ് ഫ്രാൻസിന് ഇത്രയും വലിയൊരു വിജയം ഡെംബ്ലെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. 7-ാം മിനിറ്റിൽ തുടങ്ങിയ ഒരു ഹാട്രിക്കിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് 32ാമത്തെ മിനിറ്റിലാണ്. 7 മിനിറ്റ് തുടങ്ങി 32 മിനിറ്റിനുള്ളിൽ ഹാട്രിക് അടിച്ച് തീർത്തിരിക്കുകയാണ് നമ്മുടെ ഉസ്മാനെ ഡെംബലെ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെന്റ് കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഫ്രാൻസിന് എംബാപ്പെ എന്ന് പറയുന്ന ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു എതിരാളി എന്ന് പറയുന്ന എംബാപ്പെ മാത്രമേ ഉള്ളൂ എന്നുള്ളതിന്റെ ഒരു ആൻസർ ആയിട്ട് ഡെംബലെ വന്നിരിക്കുകയാണ്. അതും 2 അസിസ്റ്റ് എംബാപ്പയുടെ സൈഡിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഡെംബലെ 3 ഗോളുകളാണ്, അതും ഹാഫ് ടൈമിനുള്ളിൽ 3 ഗോൾ അടിക്കുന്നത്. ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ താരമാണ്, അതായത് വേൾഡ് കപ്പിലെ ഹാഫ് ടൈമിനുള്ളിൽ ഹാട്രിക് അടിക്കുന്ന 6ാമത്തെ താരമായിട്ട് ഡെംബലെ മാറിയിട്ടുണ്ട്. അപ്പം എംബാപ്പയ്ക്ക് ശേഷം ഇനി ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എംബാപ്പയുടെ ഒപ്പം ഇനി ആര് ഫ്രാൻസിന് വേണ്ടി എന്നുള്ളതിനൊരു ആൻസർ ആയിട്ട് വന്നിരിക്കുകയാണ് ഡെംബലെ. പിന്നെ 4ാമത്തെ ഗോൾ അടിക്കുന്നത്, അതായത് ഡെംബലെ 3 ഗോൾ അടിച്ചു. അതിനുശേഷം ഡിസൈർ ഡൗ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്ലെയർ ആണ് ഫ്രാൻസിന് വേണ്ടി നെക്സ്റ്റ് ഒരു ഗോൾ അടിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നോക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് സൈഡും മിഡ്ഫീൽഡും സ്ട്രൈക്കിംഗ് സൈഡും എല്ലാം അടിപൊളിയായിരുന്നു എന്നുള്ള ഒരു തെളിവാണ് 4 ഗോളുകൾ. അപ്പൊ നമ്മുടെ ഡെംബലയുടെ ഗോളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7ാമത്തെ മിനിറ്റിലും 20ാമത്തെ മിനിറ്റിലും 32ാമത്തെ മിനിറ്റിലും അങ്ങനെ ഈ 3 മിനിറ്റുകളിലായിട്ടാണ് 7 മുതൽ 32 വരെയുള്ള മിനിറ്റുകളിലാണ് ഹാട്രിക് നേടുന്നത്. പിന്നെ നമ്മുടെ നോർവേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-1 ആയിരുന്നു സ്കോർ. നോർവേക്ക് വേണ്ടി ഗോൾ അടിക്കുന്നത് ദെലോ ആസ്കാർഡ് എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ് നോർവേക്ക് വേണ്ടി ഒരു ആശ്വാസ ഗോൾ സംഘടിപ്പിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫ്രാൻസും നോർവേയും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഫിഫ വേൾഡ് കപ്പിൽ ഒരുപാട് താരോദയങ്ങൾ ഉണ്ടായ ഒരു മത്സരം കൂടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. എംബാപ്പെ വന്നു, ഹാളണ്ട് വന്നു, ഇപ്പോൾ നമ്മുടെ ഡെംബല വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവേശത്തിലാണ് ഇപ്പോൾ ഫാൻസുകാരുള്ളത്. അപ്പോൾ അടുത്ത കളി എന്ന് പറയുന്നത് സെനഗൽ വേഴ്സസ് ഇറാഖിന്റെ മത്സരം. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെനഗൽ 5-0 എന്നുള്ളൊരു സ്കോറിലേക്കാണ് ആ ഒരു മാച്ച് എടുത്തത്. അപ്പോൾ സെനഗലിന്റെ ഒരു ഗംഭീര വിജയം തന്നെ പറയേണ്ടി വരും. 5-0 അവർ ജയിച്ചിട്ടുള്ളത്. അപ്പൊ സെനഗലിന്റെ പാപ്പെ ഗുയെ എന്ന് പറയുന്ന പ്ലെയർ ആണ് 2 ഗോള് സെനഗലിനായിട്ട് നേടിക്കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഹബീബ് ദിയാറ, ഇസ്മായില സാർ, ലിമാൻ എന്നിവരും സെനഗലിന് വേണ്ടി ഒരു ഗോൾ ഓരോ ഗോൾ വീതം നേടിക്കൊടുത്തിട്ട് അങ്ങനെ ഒരു 5 ഗോളിലേക്കാണ് സെനഗൽ മാറിയിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ സെനഗൽ കയറി വരുന്നു എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. മാത്രമല്ല നമ്മുടെ 4ാമത്തെ മിനിറ്റിലായിരുന്നു ഡിയാറയുടെ ഗോള്. ഈ ലോകകപ്പിൽ ഏറ്റവും വേഗതയേറിയ ഒരു ഗോളായിട്ട് മാറിയിരിക്കുകയാണ് ഡിയാറയുടെ സെനഗലിന് വേണ്ടിയുള്ള ഒരു ഗോള്. മാത്രമല്ല ഒരു റെഡ് കാർഡും കൂടി ഉണ്ടായിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഈ സെനഗൽ വേഴ്സസ് ഇറാഖ് എന്ന് പറയുന്ന ഒരു മാച്ച് എന്ന് പറയുന്നത്. സൗദിയോ മാനെ ഫൗൾ ചെയ്തതിന് ഇറാഖ് താരം സുലാക്കിക്കാണ് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായത്. അതിന്റെ പേരിൽ അവിടെ ഒരു അടിപിടി കശപിശൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ, 13ാമത്തെ മിനിറ്റിലാണ് ആ റെഡ് കാർഡ് പുറത്തു വരുന്നത്. ഈ ഒരു മാച്ചോട് കൂടി ഒരു നോക്കൌട്ട് പ്രതീക്ഷകളിലേക്കുള്ള സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണ് സെനഗലിന്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐയിൽ ഇപ്പോൾ 3ാം സ്ഥാനത്താണ് നമ്മുടെ സെനഗൽ ഉള്ളത്. അപ്പോൾ സെനഗലിന്റെ വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു ഒരു മാച്ച് നമ്മൾ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഡിയാറയുടെ ഗോള് ഏറ്റവും വേഗതയേറിയ ഒരു ഗോളായിട്ട് മാറിയിരിക്കുകയാണ്. നെക്സ്റ്റ് കളി എന്ന് പറയുന്നത് കേപ്പ് വെർഡയും സൗദി അറേബ്യയും. അതൊരു സമനില മാച്ച് ആയിരുന്നു. കേപ്പ് വെർഡ് തങ്ങളുടെ ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമനിലയിൽ പിരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും 2ാം സ്ഥാനക്കാരായിട്ട് നോക്കൌട്ടിലേക്ക് അവർ കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു മാച്ചിലൂടെ കണ്ടത്. കേപ്പ് വെർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാച്ച് തൊട്ടേ കാണുന്നതാണ് കേപ്പ് വെർഡിയുടെ ഒരു പ്രകടനങ്ങൾ. എസ്പെഷ്യലി അവരുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഒരു വലിയൊരു വമ്പനൊരു താരോദയം എന്ന് പറയേണ്ടി വരും. അത്രയും വലിയൊരു ഇതിലേക്കാണ് കേപ്പ് വെർഡയുടെ ഗോൾ കീപ്പർ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു 0-0 സമനിലയാണെങ്കിൽ പോലും അവർക്ക് തളയ്ക്കാൻ പറ്റും. ഗോൾ അടിച്ചില്ലെങ്കിലും അവർക്ക് തളയ്ക്കാൻ പറ്റും എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കേപ്പ് വെർഡേനെ അവർക്ക് ഫാൻസ് ആയി കഴിഞ്ഞു. കേപ്പ് വെർഡേക്ക് എന്തായാലും ചെറിയൊരു ഫസ്റ്റ് ടീമാണ്, വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പം അവർക്ക് ഫസ്റ്റ് മാച്ചിൽ തന്നെ അവർക്ക് ഒരുപാട് ഫാൻസിനെ സൃഷ്ടിക്കാൻ പറ്റി. അതുപോലെ ഗോൾ കീപ്പറിനായാലും ഒരുപാട് ഫാൻസിനെ സൃഷ്ടിക്കാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കേപ്പ് വെർഡയുടെ പൊസിഷൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 32ാമത്തെ പൊസിഷനിലാണ് കേപ്പ് വെർഡെ നിൽക്കുന്നത്. ചെറിയൊരു കാര്യമല്ല, ആദ്യമായിട്ട് കളിക്കുന്ന ടീമാണ്. അപ്പം തന്നെ 32ാമത്തെ പൊസിഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവർ നേരിടാൻ പോകുന്നത് അർജന്റീനയാണ്. അപ്പം നമുക്ക് എന്തായിരിക്കും ഇനി അവർക്ക് വരാൻ പോകുന്നത് എന്നറിയില്ല. മേ ബി അർജന്റീന ഫാൻസിന് ചെറിയൊരു പേടി ഉളവാക്കുന്ന ഒരു ഗെയിം കൂടിയായിരിക്കും കേപ്പ് വെർഡെ. കാരണം മൊസീനി അത്ര ചെറിയൊരു പ്ലെയർ അല്ല, അല്ലെങ്കിൽ അത്രയും ചെറിയൊരു ഗോൾ കീപ്പർ അല്ല. പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ നോക്കുകയാണെങ്കിൽ സൗദി ഔട്ടായി കഴിഞ്ഞു. സൗദിക്ക് ഇനി ഫിഫ വേൾഡ് കപ്പിൽ ഒരു ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേപ്പ് വെർഡെയായിട്ടുള്ള മാച്ച് അവസാനിക്കുന്നത്. ശരിക്കും മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേപ്പ് വെർഡെക്ക് സമനിലയ്ക്ക് അപ്പുറത്തേക്ക് 1-0 എന്നുള്ള ലെവലിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ കേപ്പ് വെർഡെയുടെ ഡിഫൻസീവ് സൈഡ് വളരെ ശക്തമായിരുന്നു. അതുപോലെ തന്നെ സൗദിയുടെയും ഒട്ടും മോശമായിരുന്നില്ല കളിയിൽ. കാരണം സൗദിയുടെ ഗോൾ കീപ്പർ മുഹമ്മദ് അൽ ഒവൈസ് തടുത്തില്ലായിരുന്നുവെങ്കിൽ കേപ്പ് വെർഡെക്ക് 0-1 എന്നുള്ള ലെവലിൽ ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നോട്ട് ബാഡ്, അവർ ഡിഫൻസീവ് സൈഡ് നല്ല രീതിയിൽ മുന്നോട്ട് നിന്നു. സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വമ്പൻ രാജ്യമായി അല്ലെങ്കിൽ വമ്പൻ ടീമായി മാറിയിരിക്കുകയാണ് കേപ്പ് വെർഡെ 2026 ഫിഫ വേൾഡ് കപ്പിലൂടെ. നമുക്ക് അടുത്ത മാച്ച് പോവാം. അപ്പം ഉറുഗ്വേ വേഴ്സസ് സ്പെയിൻ ആണ്. അതിൻ്റെ ഗോൾ സ്കോർ വരുന്നു പറയുന്നത് 0-1 സ്പെയിനാണ് ജയിച്ചിരിക്കുന്നത്. 41ാമത്തെ മിനിറ്റിൽ മാർക്കോസ് ലോറന്റെയുടെ അസിസ്റ്റിൽ അലക്സ് ബയോണെ ആണ് ആ ഒരു ഗോൾ സ്പെയിനിന് വേണ്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം സ്പെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉറുഗ്വേയുടെ കൂടിയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒരു നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗോൾ അവർക്ക് നേടാൻ പറ്റിയ ഒരു വിജയത്തിലേക്ക്, ഫസ്റ്റ് പൊസിഷനിലേക്ക് ഇപ്പോൾ സ്പെയിൻ മാറിയിരിക്കുകയാണ്. ഉറുഗ്വേ അങ്ങനെ ഔട്ടാവുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഉറുഗ്വേനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് എങ്ങനെയാ, നല്ലൊരു ടീം തന്നെയാണ്, ഒട്ടും മോശമായിട്ടുള്ള ഒരു ടീമല്ല. അപ്പൊ നമ്മൾ ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് പുതിയ പുതിയ ടീമുകൾക്ക് വരാനും പഴയ ടീമുകൾ പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ താരോദയങ്ങൾ വരുന്നു, ഒരുപാട് റെക്കോർഡുകൾ നേടുന്നു. അങ്ങനെ ഒരു വേൾഡ് കപ്പാണ് 2026 വേൾഡ് കപ്പ് എന്ന് പറയേണ്ടി വരും. അപ്പം എന്തായാലും സ്പെയിൻ റൗണ്ട് ഓഫ് 32ലേക്ക് കയറിയിട്ടുണ്ട്. രാജാക്കന്മാരെല്ലാവരും ഒരുമിച്ച് റൗണ്ട് ഓഫ് 32ലേക്ക് കയറും. ഒരുപാട് കോമ്പറ്റീഷൻ വരാനുള്ള ചാൻസസ് ഇനി കൂടുതലാണ് ഓരോ ദിവസവും.
മാത്രമല്ല ഈ ഒരു മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കാർഡും കൂടി ഉണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ഓവർ ടൈമിൽ ഉറുഗ്വേ വേഴ്സസ് സ്പെയിൻ താരങ്ങൾ തമ്മിൽ രൂക്ഷമായ ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതായിരുന്നു. അതിൽ ഫൗളിൻ്റെ പേരിലായിരുന്നു വാക്കേറ്റം ഉണ്ടായാലും അതിൽ അഗസ്റ്റിൻ കനോബിയ എന്ന് പറഞ്ഞ പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടിയ ഒരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2022 വേൾഡ് കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കാർഡുകളൊക്കെ മൊത്തം ടൂർണമെന്റിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ കളി കഴിയും തോറും റെഡ് കാർഡുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. സ്പെയിൻ്റെ ഉറുഗ്വേയുടെയും വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഗോൾ കീപ്പറിന്റെ ആ ഒരു ഫോൾട്ട് കൊണ്ടാണ് സ്പെയിൻ ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. അപ്പൊ രണ്ടാം പകുതിയിൽ മുസ്ലേരയ്ക്ക് പകരം സെർജിയോ റോഷാറ്റ് എന്ന് പറയുന്ന ഗോൾ കീപ്പറിനെ ഉറുഗ്വേ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും വലിയൊരു കാര്യമായിട്ട് മാറിയിരുന്നില്ല. സ്പെയിനിന്റെ ഡിഫൻസീവ് സൈഡ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം ഉറുഗ്വേക്ക് ഒരു ഗോൾ നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അടുത്ത മാച്ച് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് വേഴ്സസ് ബെൽജിയം ആണ്. 1-5 എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ബെൽജിയം ന്യൂസിലാൻഡിനെ അട്ടിമറി വിജയം നമ്മൾ കണ്ടത്. അതിലെ ഗോളുകൾ വരുന്നത് ട്രൊസാൻഡിന്റെ 2 ഇരട്ട ഗോളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ കെവിൻ ഡിബ്രൂയിന്റെയും റൊമേല ലുക്കാവു, ഇഞ്ചുറി ടൈമിൽ അലക്സ് തേലമേക്കേഴ്സും ഇവരുടെ ആയിരുന്നു 5 ഗോളുകൾ ഉണ്ടായിരുന്നത്. അതിന്റെ സമയം വരുന്നത് 27-ാമത്തെ മിനിറ്റ്, 66-ാമത്തെ മിനിറ്റ്, 84-ാമത്തെ മിനിറ്റിൽ. പിന്നെ ഇഞ്ചുറി ടൈമിൽ അലക്സ് തേലമേക്കേഴ്സും കൂടിയിട്ടാണ് ഈ 5 ഗോളുകൾ നമ്മുടെ ബെൽജിയത്തിന് വേണ്ടി സ്വന്തമാക്കുന്നത്. അങ്ങനെ ഇപ്പം ആ ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ബെൽജിയമാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഇനി ന്യൂസിലാൻഡിന്റെ ഗോള് നോക്കുകയാണെങ്കിൽ 66-ാമത്തെ മിനിറ്റിലാണ് ഒരു ലോങ് റേഞ്ചറിലൂടെ ന്യൂസിലാൻഡ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അപ്പൊ ന്യൂസിലാൻഡിന് വേണ്ടി ഒരു ഗോൾ അടിക്കുന്നത് എലൈജോ ജസ്റ്റ എന്ന് പറയുന്ന പ്ലെയർ ആണ്. 84-ാമത്തെ മിനിറ്റിലാണ് ന്യൂസിലാൻഡിന് വേണ്ടി ആ ഒരു ഗോള്, ഒരു ആശ്വാസ ഗോള് നേടിക്കൊടുക്കുന്നത്. ബാക്കി 5 ഗോളുകളും ബെൽജിയം തന്നെയാണ് നേടിയിട്ടുള്ളത്. അപ്പം ബെൽജിയം ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പൊ നമുക്കിനി ഗ്രൂപ്പ് ജിയുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ഈജിപ്റ്റ് വേഴ്സസ് ഇറാന്റെ മാച്ച് ആയിരുന്നു ലാസ്റ്റ് ഗ്രൂപ്പ് ജിയുടെ മത്സരങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ 5-ാമത്തെ മിനിറ്റിലാണ് സാബർ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ പ്ലെയർ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. അതുപോലെ തൊട്ടു പുറകെ തന്നെ ഇറാന്റെ പ്ലെയർ ആയിട്ടുള്ള റസൈൻ എന്ന് പറയുന്ന പ്ലെയർ ആണ് 14-ാമത്തെ മിനിറ്റിൽ ഇറാന് വേണ്ടി ഒരു ഗോൾ നേടിക്കൊടുക്കുന്നത്. ഇപ്പൊ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഈജിപ്റ്റ് 2nd പൊസിഷനും അതുപോലെ ഇറാൻ 3rd പൊസിഷനിലായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ചുകൾ. വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസം കൂടുന്തോറും പല ടീമുകളും പുറത്തു പോകുന്നതും പുതിയ താരോദയങ്ങൾ അത് പ്ലേയേഴ്സിലാണെന്നുണ്ടെങ്കിലും ടീമുകളിലാണെന്നുണ്ടെങ്കിലും ഫിഫ വേൾഡ് കപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ മാച്ചുകൾ ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ? അതെ, അടുത്ത ദിവസത്തെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാസ്റ്റ് ഈ റൗണ്ട് ഓഫ് 32ലേക്ക് കയറുന്ന ലാസ്റ്റ് ഘട്ട മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് മാച്ചസ് വരുന്നത് LKJ എന്ന് പറയുന്ന ടീമുകളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ മാച്ചസ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പം L ഗ്രൂപ്പിൽ വരുന്ന ഫസ്റ്റ് കളിക്കാൻ പോകുന്ന ടീമുകളാണ് പനാമ വേഴ്സസ് ഇംഗ്ലണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 2:30 പനാമ വേഴ്സസ് ഇംഗ്ലണ്ടിന്റെ മാച്ച് നടക്കുന്നത്. സെയിം ടൈമിൽ തന്നെ ക്രൊയേഷ്യ വേഴ്സസ് ഗാനയുടെ മാച്ച് നടക്കുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് കെയുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ കൊളംബിയ വേഴ്സസ് പോർച്ചുഗൽ നാളെ രാവിലെ 5 മണിക്കാണ് പോർച്ചുഗലിന്റെയും കൊളംബിയയുടെയും മാച്ച് നടക്കുന്നത്. അതൊരു ഗംഭീര ഒരു മാച്ച് തന്നെയായിരിക്കും നമുക്ക് പറയേണ്ടി വരും. രണ്ടും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ടീമാണ്. അപ്പം എന്തായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് നോക്കി കണ്ടെന്നെ അറിയണം. അതുപോലെ തന്നെ കെ ഗ്രൂപ്പിൽ വരുന്ന നെക്സ്റ്റ് ടീംസ് ആണ് കോങ്കോ വേഴ്സസ് ഉസ്ബെക്കിസ്ഥാൻ. അതും രാവിലെ 5 മണിക്കാണ്. അതേപോലെ ഗ്രൂപ്പ് ജെയുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ ഓൾജീരിയ വേഴ്സസ് ഓസ്ട്രിയ രാവിലെ 7:30 ഓൾജീരിയ വേഴ്സസ് ഓസ്ട്രിയയുടെ മാച്ച് നടക്കുന്നത്. അതുപോലെ ജെ ഗ്രൂപ്പിൽ വരുന്ന നെക്സ്റ്റ് ടീംസ് ആണ് ജോർദൻ വേഴ്സസ് അർജന്റീന. അതും രാവിലെ 7:30 അപ്പൊ നാളത്തെ ഒരു ദിവസം ഒരുപാട് ആരാധകർ നോക്കിയിരിക്കുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും. ഉറക്കമില്ലാത്ത ഒരു ദിവസമായിരിക്കും എന്ന് വേണ്ടി പറയേണ്ടി വരും. രാവിലെ 2:30 തൊട്ട് രാവിലെ ഒരു 7 മണി വരെ, 7 മണിയൊന്നും പറയാൻ പറ്റില്ല, 7 മണിക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അതുവരെയും ഉറങ്ങാണ്ട് കാണേണ്ട ഗെയിംസ് ആണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ ഇനി റൗണ്ട് ഓഫ് 32 ആരൊക്കെ ആരേനെ എതിരാളികളായിട്ട് മാറും എന്ന് നോക്കുന്ന ഒരു മാച്ച് ആയിരിക്കും നാളെ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും നാളെ വരാൻ പോകുന്നത് നമുക്ക് കണ്ടെന്നെ അറിയണം. മാത്രമല്ല പല വമ്പന്മാരും വീണ്ടും കളത്തിലിറങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോർച്ചുഗലും അർജന്റീനയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഫാൻസുകാരൊക്കെ അലർട്ടായിട്ട് ഇരിക്കുക, ടൈം നോട്ട് ചെയ്യാം. അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ലെവലിൽ മെസ്സി കളിക്കില്ല എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇപ്പൊ നമ്മൾ നോർവേയുടെ കണ്ടു, ഹാലൻഡ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ മെസ്സി കളിക്കാൻ ഇറങ്ങില്ല എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക് എന്തായിരിക്കും അർജന്റീനയുടെ ഒരു ഇത്. എന്തായാലും അവർ നോക്കൗട്ടിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു മത്സരം എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും നാളെ കണ്ടറിയാം.
അപ്പോൾ നാളെ ഫാൻസുകാർ എല്ലാവരും അലർട്ടായിട്ടിരിക്കുക, ടൈം നോട്ട് ചെയ്യുക. പോർച്ചുഗലും അർജന്റീന വമ്പൻ ടീമുകളും വീണ്ടും മത്സരത്തിൽ കളിക്കളത്തിൽ ഇറങ്ങുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ എന്തൊക്കെയാവും നമുക്ക് കണ്ടു തന്നെ നോക്കാം. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.